രാജലക്ഷ്മി പിള്ളെ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് PHI 145-ന്റെ ലാസ്റ്റത്തെ 2 ചാപ്റ്ററാണ്, അതായത് 13ഉം 14ഉം. 13-ല് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഫാസിസം നാസിസത്തിന്റെ ഉത്ഭവം, അത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷം നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് വേൾഡ് വാറിനെ പറ്റിയാണ്. ഫസ്റ്റ് 2 വേൾഡ് വാറിനെ പറ്റിയായിരിക്കും 14ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി ഈ സബ്ജക്റ്റിന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് വരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയുമ്പോൾ, എന്തിനാണ് ഫാസിസം വന്നത്, ഗ്രോത്ത്, അതായത് 18-19 നൂറ്റാണ്ടിലാണ് ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് എന്നും അതേമാതിരിയുള്ള വൈസ് വേഴ്സയില്. അപ്പോ മൊണോപ്പൊളിയായ ക്യാപിറ്റലിസവും അതിന്റെ ഇന്റൻസീവായ എക്സ്ട്രീം നാഷണലിസവും ഐഡിയോളജീസ് കൂടെ മിലിറ്ററി ഓർഗനൈസേഷൻ മാതിരി 1870-ൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ പരാമർശിച്ചു വരുന്ന ഈ ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് യൂറോപ്പിലും അതേമാതിരി വേൾഡ് വാറിന്റെ ടൈമില്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ വെറ്ററൻസും ടാക്സ് പേയേഴ്സും അല്ലെങ്കിൽ സ്പോർട്സ് ഫാൻസും നാഷണൽ സിറ്റിസൺസ് എല്ലാം കൂടെ ചേർന്നു. ഇതിന്റെ കൂടെ നമ്മൾ 1920-ൽ ഫാസിസ്റ്റിന്റെ സോഷ്യലിസ്റ്റ് ഫോർമേഷൻ റഷ്യയിൽ ഉണ്ടാവുന്നു. അപ്പോ ഈ റഷ്യയിൽ കഴിഞ്ഞ ശേഷം ഈ ഫാസിസ്റ്റ് മൂവ്മെന്റ് സ്പ്രെഡ് ആവുന്നത് ബാക്കിയുള്ള ഇറ്റലിയിൽ തുടങ്ങി, ജർമ്മനിയിൽ 1930-ൽ വന്നു, പിന്നെ 1940-ലാണ് ഹിറ്റ്ലർ വരുന്നത് സ്പെയിനിൽ. ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫാസിസത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഡിക്റ്ററ്റോറിയൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലും അതിന്റെ മാർക്സിസ്റ്റ് പൊസിഷനും, അതേമാതിരി യുണീക്ക് ആയിട്ടുള്ള മിഡിൽ ക്ലാസിന്റെ ഗ്രോത്ത്, അതേമാതിരി കൾച്ചറിലും മോറൽ ബ്രേക്ക് ഡൗൺ, പിന്നെ പറയുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ന്യൂറോട്ടിക് ആൻഡ് പാത്തോളജിസ്റ്റ് ഇമ്പൾസസ്. ഇത് കൂടാണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കിങ്ഷിപ്പ്, ചർച്ച്, ഗിൽഡ്, റെസിഡൻസ്, ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ടും, അതേമാതിരി ബോണപാർട്ടിസം, ഓട്ടോണമസ് ആയിട്ടുള്ള അതോറിറ്റേറിയൻ ഗവൺമെന്റ് ആണ് സെൽഫ് ക്ലാസ് ഡോമിനേഷനിൽ വരിക. അപ്പോൾ ഫാസിസം യൂറോപ്പിൽ വന്നത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈക് നാഷണലിസം ആണ്. അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള നേഷൻസ് ഒരുമിച്ച് കൂടി ഹ്യൂമൻ ഐഡന്റിഫിക്കേഷൻ കൊടുത്തു. ആന്റി മാർക്സിസ്റ്റ് സോഷ്യലിസം വന്നു, അതിൽ കൂടെ ഇന്റർനാഷണലിസം വന്നു, അതിൽ കൂടെ ഓർഗനൈസേഷൻസ്, പല വിധത്തിലുള്ള ഓർഗനൈസേഷൻ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നു, കമ്മ്യൂണിസം ഉണ്ടാവുന്നു, ഫ്രീ മാസണറി ഉണ്ടായിരുന്നു, പിന്നെ ലീഗ് ഓഫ് നേഷൻസ് വരുന്നു, ഫൈനാൻസ് ക്യാപിറ്റൽ വരുന്നു, മൾട്ടിനാഷണൽ ജൂയിഷ് കമ്മ്യൂണിറ്റി വരുന്നു. അങ്ങനെയാണ് ഫാസിസം പല സൈഡിൽ കൂടെ റിജക്ഷൻ വരികയും ലിബറലിസവും ഡെമോക്രസിയും മാർക്സിസത്തിൽ കൂടെ വന്നു ചേർന്നു. ഇനി കൾച്ചറൽ ആയിട്ടുള്ള ഫിസിഷൻ അല്ലെങ്കിൽ ഫാസിസത്തിൽ പറയുമ്പോൾ ആക്ടിവിസം വരുന്നുണ്ട്, വൈറ്റാലിസം വരുന്നുണ്ട്, സോഷ്യൽ ഡാർവിനിസം വരുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിസത്തിൽ കൂടിയും മൊബിലൈസ് ചെയ്തെടുക്കുന്ന ആൾക്കാരെ കൂടിയും ഈ സോഷ്യൽ ഡാർവിനിസത്തിൽ ബിലീവ് ചെയ്യുന്നതും സർവൈവൽ ആണ്, സുപ്പീരിയർ ഗ്രൗണ്ടും റേസസും കൂടെ. പിന്നെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ലിബറൽ ആയിട്ടുള്ള ഡെമോക്രസി, പാർലമെന്റേറിയനിസം, അതേമാതിരി തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അതോറിറ്റേറിയനിസം, റിലീജിയസ് ആയിട്ടുള്ള ഐഡിയോളജിയിൽ കൂടെയും നേഷൻ നോൺ റാഷണലിസത്തെ കൂടെയും സെക്കുലർ നിയോ ഐഡിയലിസത്തിൽ കൂടെയും വരുന്നു. അപ്പോൾ നമ്മൾ സോഷ്യോളജിക്കൽ സൈക്കോളജിക്കൽ ലെവലിലും ഇത് ഡെവലപ്പ് ചെയ്ത് യൂണിറ്റി കമാൻഡ് വരുന്നതും, അതിന്റെ ശേഷം ആഫ്റ്റർ, അതായത് ഫാസിസം എമർജ് ചെയ്തത് ഒരു വിഷനാണ്, ഒരു റീയുണൈറ്റ് ചെയ്ത് വരുന്നതും, ടോർച്ച് ലൈറ്റ് പ്രൊസിഷനും ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോ ബ്രൂട്ടാലിറ്റി, അതായത് വയലൻസും ബ്രൂട്ടാലിറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോ ഈ ഓപ്പോസിഷൻ വരുന്ന ഡെമോക്രാറ്റിക് ലെവലിലുള്ളവരാണ്. അതില് ഈ ഡെമോക്രസി റെസ്പെക്ട് ചെയ്യുന്നത് പ്ലൂറാലിസം ഇൻ സൊസൈറ്റിയാണ്, ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, അതേമാതിരി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി.
ഇവിടെ നമ്മൾ സ്പെഷ്യലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്കുലിൻ പ്രിൻസിപ്പൽ, അതായത് മെയിൽ ഡോമിനൻസിനെ പറ്റിയും പരാമർശിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെ നമ്മൾ ഓരോരുത്തരുടെ സൊസൈറ്റിന്റെ ഇൻഡിവിജ്വൽ ഡെഫിനിഷനും ഡീലിമിറ്റേഷൻസ് വരുന്ന എത്രത്തോളം അതോറിറ്റേറിയൻ ആവുന്നു, കരിസ്മാറ്റിക് ആവുന്നു, പേഴ്സണൽ കമാൻഡ് വരുന്നു എന്നുള്ളതൊക്കെ പരാമർശിക്കുന്നു. ഇനി ഫാസിസ്റ്റിന്റെ ഐഡിയോളജി എന്താന്ന് വെച്ചാല് ഓർഗനൈസേഷൻ ആണ്. ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ക്ലാസ് ഉള്ള ഇന്റഗ്രേറ്റഡ് നാഷണൽ എക്കണോമിക് സ്ട്രക്ചർ, അതിനെ ഓർഗനൈസ് ചെയ്തെടുക്കാണ് വരുന്നത്. ഈ ഗ്രൂപ്പിൽ ഐഡിയ 19-20 സെഞ്ചുറിയില് കോർപ്പറേറ്റിസം എന്ന് പറയും. കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ ആൻഡ് ക്ലാസ് സ്ട്രൈഫ്, ഇതിനെ കോർപ്പറേറ്റിസം എന്ന് പറയുന്നു. ഇതിൽ കൂടെ ഇതില് കമ്മ്യൂണിറ്റി പേഴ്സണൽ ടൈസും വരുന്നു. അതേ മാത്രമല്ല സെക്കൻഡ് ലെവലിൽ വരുമ്പോ ടെൻഡൻസിയാണ് കൺസർവേറ്റിസം ടുവേർഡ്സ് നിയോ ഓതറൈസേഷനിലേക്ക് വരുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം കൂടെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് റെപ്രസെന്റേഷൻ വരികയും അതേമാതിരി യൂസ് ആയ ആന്റി സെമിറ്റിസം കൂടെയും വരുന്നു. മൂന്നാമത്തെ ട്രെൻഡ് എങ്ങനെ വെച്ചാൽ ക്രിസ്റ്റലൈസേഷൻ ആണ്. ഫാസിസ്റ്റിന്റെ റൈറ്റ് സിംബിളൈസ് ചെയ്യും. അത് മാത്രമല്ല പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷനിലെ ഇറ്റാലിയൻ നാഷണൽ അസോസിയേഷൻ 1910 തുടങ്ങുന്നു, അതായത് സ്ഥാപിക്കുന്നു. അതിനുശേഷം സ്റ്റേറ്റ് കോപ്പറേറ്റിസം ഡിമാൻഡ് ചെയ്യുന്ന കോപ്പറേഷൻ മോഡേൺ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ കൂടെ ഒരു ഇമ്പീരിയൽ ആയിട്ടുള്ള ഒരു മിലീഷ്യ കൊണ്ടുവരാണ്. അപ്പോ ഇവിടെ പൊളിറ്റിക്കൽ പെർസ്യൂസ് നോക്കുമ്പോൾ നമ്മൾ പാൻ ജർമനിസം അല്ലെങ്കിൽ റേഷ്യൽ നാഷണലിസം ഓസ്ട്രിയൻ ലീഡറും വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് ഫൗണ്ടേഷൻ ഇറ്റലിയിൽ വന്നതെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇറ്റലിയിലാണ് ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എമർജൻസ് ഫാസിസ്റ്റ് മൂവ്മെന്റ് കോൺഗ്രസ്റ്റിലേക്ക് വരിക അല്ലെങ്കിൽ പവർ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം. അപ്പൊ ഇവിടെ റാഡിക്കൽ ആയിട്ടുള്ള സിൻഡിക്കേറ്റ്സ്, അതായത് കോൺഫെഡറേഷൻ പറയും, ട്രേഡ് യൂണിയന്റെ 1914 ഇഷ്യൂ ഏതാണ്? ഇറ്റാലിയൻ പാർട്ടിസിപ്പേഷൻ വാറിൽ വരുന്നതിനെ പറ്റി, യുദ്ധത്തിൽ വരുന്നതിനെ പറ്റിയും. അതേമാതിരി തന്നെ സെൽഫ് ഇമാനിസിപ്പേഷൻ പ്രൊഡ്യൂസേഴ്സിന്റെയും, അതേമാതിരി റെഗുലേഷൻ ഫാക്ടറി ലെവലിലും പവർ എങ്ങനെ കൈയടക്കാം, ഇതിലൊക്കെയാണ് വർക്കേഴ്സ് സിൻഡിക്കേറ്റ്സും അസോസിയേറ്റ്സും വരുന്നത്. ഈ സിൻഡിക്കേറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാസിസ്റ്റിന് എക്സ്ട്രീം നാഷണലിസം വേണ്ട, പ്രൊലറ്ററേറ്റിയൻ അല്ലെ പ്രോക്ലാറ്റിക് എന്നുള്ളതും അവരെടുത്തു പറയുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഫാക്ടർ എന്ന് മിസോളനിയാണ്. മിസോളനിയുടെ ഐഡിയാസും ലീഡർഷിപ്പും മാസ് മൊബിലൈസേഷനും നാഷണൽ റെവല്യൂഷനും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തേർഡ് മേജർ സ്ട്രാറ്റഗറിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സപ്രഷനാണ്, അതായത് ലെഫ്റ്റ് എക്സ്ട്രീമിറ്റ്സ് പ്രോഗ്രാമിന് അവര് 1920 ഇമോഷണൽ സ്ട്രൈവൻ പേട്രിയോട്ടിസത്തിനെ പറ്റിയും ജസ്റ്റിഫിക്കേഷൻ, യുദ്ധത്തിന് ഒരു ജസ്റ്റിഫിക്കേഷൻ തരിക, നാഷണൽ ഗ്രേറ്റ്നെസ് പറയുക, അങ്ങനെ എക്സ്ട്രാ മിലിറ്ററി പേഴ്സണൽ സപ്പോർട്ട് ചെയ്യുക, ലോക്കൽ പോലീസ്, ഇതിൽ കൂടെ ഒരു ലിങ്ക് വരെയും ഫാസിസ്റ്റ് മിലീഷ്യാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു 1923. അത് മിസോളനിയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ക്വാഡ്സും ലോക്കൽ ലെവലിലുള്ള ലീഡേഴ്സിന്റെ ഓതറൈസേഷൻ പിടിച്ചെടുക്കുക. ഈ വളരെ റോമില് 1922 ഒക്ടോബറിൽ ഒരു റെവല്യൂഷണറി പരിപാടി തുടങ്ങാണ്. അപ്പോൾ ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർമിയുണ്ട്. ഈ രാജാവ് എന്താ ചെയ്യുന്ന വെച്ചാൽ മിസോളിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്ഥാപിക്കുന്നു 29 ഒക്ടോബർ 1922. അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസിൽ കൂടെ ഭരണം പിടിച്ചെടുക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അത് മാത്രമല്ല ഒരു കോംപ്രമൈസ് ചെയ്യുന്ന കോയലീഷൻ ഗവൺമെന്റിൽ കൂടെ, റൈറ്റ് ഫോഴ്സസ് കൂടെ.
അതേമാതിരി 23 ഫെബ്രുവരിയില് ഒരു ഫ്യൂഷൻ പാർട്ടി അല്ലെങ്കിൽ ഫാസിസ്റ്റ് പാർട്ടിയും നാഷണലിസ്റ്റ് അസോസിയേഷൻ ഇറ്റലിയും കൂടെ ഒന്ന് ഫ്യൂസ് ആയി വരുന്നു. കൺസർവേറ്റീവ് ആയിട്ടുള്ള എലൈറ്റിസ്റ്റും മൊണാർക്കിസ്റ്റും എല്ലാം യൂസ് ചെയ്യുകയും അതേമാതിരി അക്കാഡമിക് സിവിൽ സർവൻസിൽ കൂടെയും ബിസിനസ്മെൻ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ മൂവ്മെന്റ് എടുക്കുന്നത്, ഫാസിസ്റ്റ് പാർട്ടി എടുക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് കോപ്പറേറ്റ് ചെയ്തു വരുന്നത് അർബിഗോ ബിൽ എന്ന് പറയും 1923. അതിനുശേഷം അവര് ഓട്ടോമാറ്റിക് ആയിട്ട് 2 ഭാഗമായിട്ട് മാറുന്നു. ഇനി അവരെ കിട്ടിയ റഷീമിനെ കൺസോൾട്ടേഷൻ ചെയ്യാണ്. ആ കൺസോൾട്ടേഷൻ ചെയ്തെടുക്കുമ്പോൾ മുസോളിനി ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് പതുക്കെ മാറാൻ തുടങ്ങി. അതിനുശേഷം എല്ലാ ഓപ്പോസിഷൻ പാർട്ടീസിനെയും ബാൻ ചെയ്തു. ബാൻ ചെയ്ത ശേഷം സിൻഡിക്കേറ്റ് ആയിട്ടുള്ള പല ലോസ് കൊണ്ടുവരുന്നു. പബ്ലിക് പ്രസ് ഒക്കെ നിർത്തി പബ്ലിക് സേഫ്റ്റി ലോ കൊണ്ടുവച്ചു. അതേമാതിരി സെക്യൂരിറ്റി സ്റ്റേക്ക് ലോ കൊണ്ടുവച്ചു. സിൻഡിക്കൽ ലോ 1920 കൊണ്ടുവന്നു. ലേബർ കൺട്രോൾ കൊണ്ടുവച്ചു. ഈ ലോയിൽ കൂടെയൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് കമ്പൽസറി ആർബിട്രേഷനും എല്ലാ സ്ട്രൈക്സിനെയും ബാൻ ചെയ്ത് അവര് ബ്യൂറോക്രാസി അവര് കൂടുതലായിട്ടും റിജിഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് പവേഴ്സിലേക്കാണ് പോയി എത്തിച്ചേരുന്നത്. മിസോളിനി റിസോൾവ് ചെയ്യാൻ വേണ്ടി റെവല്യൂഷണറി പാർട്ടിയിലും 1926-ലും 29-ലും വളരെ എക്സ്പെൽ ചെയ്തെടുക്കുന്നു. അപ്പൊ ഈ അറ്റംപ്റ്റിൽ ലീഡർ ആയ സിൻഡിക്കേറ്റ്സും പ്രൊഡക്ടിവിറ്റിയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയും അവർ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് സെമി കളക്ടിവിസം കൊണ്ടുവരുന്നു. കോർപ്പറേറ്റ് സ്റ്റേറ്റിൽ കൂടെയും 1934-ൽ 22 കമ്പൈൻഡ് കോർപ്പറേഷൻസും എംപ്ലോയീസും ഉണ്ടായിരുന്നു. മിസോളിനി പിന്നെ അടുത്ത കാര്യമായിട്ട് ചെയ്യുന്നത് ചർച്ചിനെയാണ്. ലാർജ് സ്കെയിലുള്ള ഗ്രാൻഡ് അവർക്ക് കൊടുത്തിരുന്നു. അതായത് യുദ്ധത്തിൽ ഡാമേജ് ആയ ചർച്ചൊക്കെ റിപ്പയർ ചെയ്യാൻ. പിന്നെ 1923-ൽ എലക്ഷൻ, അതായത് റിലീജിയസ് ആയിട്ടുള്ള പഠിത്തം കമ്പൽസറി ആയിട്ട് സ്കൂളിൽ കൊണ്ടിരിക്കുന്നു. അപ്പൊ റോമന്റെ ക്വസ്റ്റ്യനും ഫൈനലായിട്ട് സെറ്റിൽ ചെയ്ത് 1929-ൽ ഒരു സൈനിങ് ചെയ്യുന്നുണ്ട്, ലാറ്ററൻ പാക്സ് എന്ന് പറയും. അപ്പൊ വത്തിക്കാനാണ് സോവറിൻ സ്റ്റേറ്റ്. അതിന്റെ ഒരു എമൗണ്ട് പാപ്പൽ ടെറിട്ടറീസ് 1860-ലും 70-ലും പിടിച്ചതും. അങ്ങനെ ചർച്ചിന്റെ പവർ കാത്തലിക് ആക്ഷൻ ആണ് കൂടുതലായിട്ട് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് മാസ് ഓർഗനൈസേഷൻസ് ആണ്. അതായത് മാസ് ഓർഗനൈസേഷൻസ് വരുമ്പോ ഫാസിസ്റ്റിന്റെ മാസ് ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മിലിറ്ററി മിലീഷ്യ കൊണ്ടുവരികയും ഇതിൽ കൂടെ ട്രെയിൻ ചെയ്ത ആൾക്കാരെ വെപ്പൺ എടുക്കാനും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാഡറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു സെമി മിലിറ്ററി പ്രൊപ്പഗാൻഡ കൊടുത്ത് അതിൽ ബലീലിയ യങ് ആയിട്ടുള്ള ആൾക്കാരെയും യങ് ഫാസിസ്റ്റിനെയും കൊണ്ടുവരുന്നു. അപ്പോൾ മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിട്ട് കൺസെന്റ് വരുന്നത് ഓപ്പറ നെസോളിയൻ ഡോവേറ 1925. മെയിൻ കൺസേൺ എന്താന്ന് വെച്ചാൽ ലിഷർ ടൈം ഓർഗനൈസേഷൻ. ഇതിൽ കൂടെ ലോക്കൽ ക്ലബും റിക്രിയേഷണൽ ഫെസിലിറ്റീസും ലൈബ്രറീസും ബാർസ് ബില്ലിയാർഡ് ഹാൾസ് സ്പോർട്സ് ഗ്രൗണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നു. മാത്രമല്ല അതിന്റെ കൂടെ കൺസേർട്സ് അറേഞ്ച് ചെയ്യുന്ന കൺസേർട്സ്, പ്ലേസ്, ഫിലിം ഷോസ്, ചീപ്പായ ഹോളിഡേസ് ചിൽഡ്രന്, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ നേച്ചർ എന്താണ്. ഫാസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ നേച്ചർ എന്തായിരിക്കും? നേച്ചർ പറയുന്നത് ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ അൺലൈക്ക് ഫാസിസ്റ്റ് ജർമ്മനിയിലെ മാതിരി അല്ല വരുന്നത്. ഇവിടെ പ്രൈമറി ആയിട്ട് ഡിക്റ്റേറ്റർഷിപ്പും ആ പ്രസിഡൻഷ്യൽ പ്ലൂറാലിസ്റ്റിക് സിസ്റ്റത്തിൽ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ആണ് അവർ പ്രിസർവ് ചെയ്ത് കൊണ്ടുവരുന്നത്. പോലീസും കാരാബിനിയും ഒരുമിച്ചായിട്ട് ഒരു പൊളിറ്റിക്കൽ പോലീസ്, അത് പുതിയതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോലീസ്, അതിന്റെ പേര് ഓവറ എന്നാണ്. ഓവറാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 1932-ൽ. അങ്ങനെ ഇത് ബേസിക് ടാക്ടിക്സ് ആയിട്ട് കോംപ്രമൈസ് കൊണ്ടുവരികയും അതിൽ കൂടെ ഗ്രാൻഡ് ആയിട്ട് കയറി വരുന്നു. ഇനി ഡയറക്റ്റ് സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിപ്രഷൻ വരുന്നത് 1900 എമർജൻസി മെഷറിലാണ്. 1933-ൽ ഫൗണ്ടേഷൻ ഇടുകയാണ്. IRI എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ എന്നാണ് പറയാ. ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം സ്റ്റേറ്റ് പർട്ടിക്കുലർ ആയിട്ട് ഗ്രോത്ത് കെമിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇൻഡസ്ട്രീസിൽ, അതേമാതിരി റെയിൽവേസ്, ഇലക്ട്രിഫിക്കേഷൻ ഓഫ് റെയിൽവേസ്, ടെലിഫോൺസ്, റേഡിയോ ഇൻഡസ്ട്രി, ഇതൊക്കെ കൊണ്ടുവരുന്നു.
പിന്നെ എക്കണോമിക് മിലിറ്ററിസം, മേജർ ഇൻവെസ്റ്റ്മെന്റും മിലിറ്ററി പ്രൊഡക്ഷനുമായിട്ട് ഒരു ഇറ്റലി അങ്ങോട്ട് പോവാണ്. പെർമനന്റ് സ്റ്റേറ്റ് ഓഫ് വാർ എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ വെൽഫെയർ സ്കീം, അതായത് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വെൽഫെയർ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു 1934. അവരുടെ കോമ്പൻസേഷനായ എല്ലാവിധമായ കോമ്പൻസേഷനുകളും 40 മണിക്കൂർ വർക്ക് ചെയ്യുക, ഇൻഷുറൻസ്, സിക്ക് ആയിട്ടുള്ളവർക്ക് ഇൻഷുറൻസ് കൊടുക്കുക, വേജ് അഗ്രിമെന്റ് ചെയ്യുക, 30 ക്രിസ്മസ് ബോണസും ഹോളിഡേ പേ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ സോളോ റിപ്പബ്ലിക്കിന്റെ വീഴ്ചയാണ്. ആ സോളോ റിപ്പബ്ലിക്കിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ മിസോളിനിന്റെ റെഷീമില്, അതായത് കാലഘട്ടത്തിൽ 1943 ഇതിനെ സോളോ റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ജർമ്മൻ സാറ്റലൈറ്റും അതിന്റെ കൂടെ ഫോർമർ ആയിട്ടുള്ള റൈറ്റ് വിങ് അലൈസും കൂടെ കവർ ചെയ്ത് ഡൈയിങ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നു. ഇനി ഫാസിസം പല ഭാഗത്ത്, യൂറോപ്പിന്റെ പല ഭാഗത്ത് എത്തിപ്പെടുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്പെയിനിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അവിടെ അതോറിറ്റേറിയൻ ഗവൺമെന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1923-30. ഈ കാലഘട്ടത്തിൽ മിലിറ്ററി റിയാക്ഷൻ വരുന്നു. അതേമാതിരി ഫിക്സ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ്, അതായത് 900 സോൾജേഴ്സിന് ആ ഫൈറ്റിൽ അല്ലെങ്കിൽ വാറിൽ മരിച്ചു പോകുന്നു, കൊളാപ്സ് ആവുന്നു, മിലിറ്ററി കമാൻഡ് കൊളാപ്സ് ആവുന്ന ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ കൊണ്ടുവരുന്നു. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റും ആ കാലഘട്ടത്തിൽ പാർട്ടി ബേസ് ചെയ്ത മിലിറ്റന്റ് കാത്തലിക് ഐഡിയോളജിയും അവരുടെ സപ്പോർട്ട് അഗ്രേറിയൻ ഇൻട്രസ്റ്റ്, അതായത് അഗ്രികൾച്ചറൽ ഇൻട്രസ്റ്റ്, റവീനെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. അതായത് ന്യൂ മിലീഷ്യ, പുതുതായിട്ടുള്ള ഒരു ആക്സിലറീസിൽ കൂടെ അവർ എടുത്തു വരുന്നു. ഇത് കൂടാണ്ട് 2 ലെഫ്റ്റും റൈറ്റ് വിങ്ങും സ്പാനിഷ് പൊളിറ്റിക്സിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അതായത് റൈറ്റ് വിങ് ആയ ഇറ്റാലിയൻ ഫാസിസവും അവരുടെ ജേർണലായ അക്യോൺ എസ്പ്ലാനോ, അതേമാതിരി തന്നെ റൈറ്റ് ലാൻഡ് ലോർഡ്സും അവരുടെ റീപ്ലേസ്മെന്റ്, ലിറ്ററൽ പാർലമെന്റിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ചേംബർ ഉണ്ടാക്കുകയും സോഷ്യൽ ആൻഡ് എക്കണോമിക് ലെസൺസ് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. 1933 ബേസിക് ബിസിനസ്മാന്റെ ഇൻവോൾവ്മെന്റിൽ കൂടെ അതും വരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിനെ പറ്റിയാണ്. ഫ്രാൻസിൽ ഫാസിസ്റ്റ് കൊണ്ടുവരികയും 2% അവരുടെ ഫ്രഞ്ച് ഇലക്ട്രൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് അവര് പ്രോട്ടോ ഫാസിസ്റ്റ് റിയാക്ഷണറി മൂവ്മെന്റ് കൊണ്ടുവരുന്നു. അതിനുശേഷം അധികം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് ബോർഡർ ചെയ്തെടുക്കാണ് സോളിഡാർ ഫ്രാൻസെ എന്ന് പറയും 1933. ഇതിനുശേഷം ബിഗ് ബിസിനസ്സും ഫൈനാൻസും പൊളിറ്റിക്കലി ഇൻവോൾവ് ചെയ്ത് കാത്തലിക് കൺസർവേറ്റിസം കൊണ്ടുവരുന്നു. അപ്പോ ഇവിടെ പാർട്ടി പോപ്പുലർ ഫ്രാൻസെ ഒരു എക്സ് കമ്മ്യൂണിക്കേറ്റ് ആണ്, ആ കമ്മ്യൂണിസ്റ്റ് ആണ് ജേക്കബ് ദൊറൈൻ. ഇതില് മാർട്ട് ഡെവറേഷൻ, അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നാഷണൽ പ്ലാനിങ്ങിനെ പറ്റിയും ഇന്റഗ്രേഷൻ, എല്ലാ പ്രൊഡക്റ്റീവിനെ പറ്റിയും ഇന്റഗ്രേഷൻ പറഞ്ഞു. അവര് എക്സ്ട്രീം ലെഫ്റ്റ് വിങ് ആണ് വരുന്നത് ഇതിൽ കൂടെ. ഇനി അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത് വിച്ചി ഗവൺമെന്റിനെ പറ്റിയാണ്. ആ വിച്ചി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫോഴ്സസ് ബാറ്റിൽ ഓഫ് ഫ്രാൻസില് 96,000 ആർമി വാർ നടക്കാണ്, യുദ്ധം നടക്കുമ്പോൾ അവിടെ പ്രിസണേഴ്സ് ആയിട്ട് 18,50,000 ആൾക്കാരെ വാർ പ്രിസണേഴ്സ് അയച്ചു ജർമ്മൻ ട്രൂപ്സ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യുന്നത് 16-ാം തീയതി ജൂൺ 1940. മാർഷ്യൻ പെറ്റൈൻ ഗെയിൻ ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ആർമി. ഇതിനുശേഷം നമ്മൾക്ക് കാണാൻ പറ്റും ഈ ഓർഗനൈസേഷനിൽ കൂടെയൊക്കെ മാർഷൽ പെട്രെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവൺമെന്റ് 1940 ക്രാമ്പ് ആവുകയും അൺസ്യൂട്ടബിൾ ആയിട്ട് ഹോട്ടൽ റൂമിൽ വെച്ച് റഷ്യ ഒരു ഡീമോറലൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ അസംബ്ലി ഉണ്ടാവുന്നു. ആ അസംബ്ലിക്ക് ശേഷം ഫുൾ ആയിട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സിലേക്ക് അവർ കൊണ്ടുവരുന്നു. അവിടെ വരുന്നത് വർക്ക്, ഫാമിലി, ഹോംലാൻഡ് എന്നുള്ള ആ സ്ലോഗൻ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ വിഷി ഗവൺമെന്റിന്റെ ഉദ്ദേശം കൺസർവേറ്റീവ് എലൈറ്റ് ഗ്രൂപ്പിനെയും പിടിക്കുകയും ആക്ഷൻ ഫ്രാഞ്ചൈസ് ചെയ്യുമാണ്. ഇവര് വളരെ സോഷ്യൽ ആയിട്ടുള്ള ഹൗസ് വൈഫും അവരുടെ വർക്ക് എത്രത്തോളം ഉണ്ട് റെഡ്യൂസ് ചെയ്യുക,
വുമൺ പുറത്ത് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് വരിക, ഇങ്ങനത്തെ ഈ സ്പ്രെഡാണ് അവർ കൊണ്ടുവരുന്നത്. എക്കോണമിനെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മൻ ഇൻഡസ്ട്രിയില് 1943 15% ആണ് അഗ്രികൾച്ചറിലും 40% ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിലാണ് അവരെ എക്സ്പോർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ 1940 ഒരു സെൽഫ് റെഗുലേഷൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ഇൻഡസ്ട്രിയിൽ കൂടെ ജർമ്മൻ ഡിമാൻഡ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് പ്ലാനിങ് ആണ്, ഹെറാൾഡ് ചെയ്യുന്നത് പോസ്റ്റ് വാർ ടെക്നോക്രസിയാണ്. ഇതിന്റെ കൂടെ ഈ ലെവലില് ലോക്കൽ ലെവലിൽ അപ്പോയിന്റ് ചെയ്യുന്ന മേയേഴ്സ് റീപ്ലേസ് ചെയ്ത ഇലക്ടഡ് കൗൺസിൽസ് കൂടിയും മീഡിയേഷൻ ചെയ്ത് മാസസ് വിച്ച് ഫോസ്റ്റർ ചെയ്യുന്ന ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് കൂടെ വരുന്നു. ഇത് കൂടാതെ കൊളാബറേഷൻ ടൈമില് വിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കൺസെഷൻസ് ആർമി സൈഡിൽ കിട്ടുന്നില്ലെങ്കിൽ കൂടെയും വിച്ച് റെഡ്യൂസ് ചെയ്യുന്നു സ്റ്റേറ്റസ് ഓഫ് ഡിപ്പെൻഡന്റ് സാറ്റലൈറ്റ് എന്നുള്ളത്. ഇത് കൂടെ വളരെ കുറച്ചുള്ള ഫാസിസ്റ്റ് അസോസിയേറ്റ് ചെയ്തു വരുന്ന ഗവൺമെന്റ്. അപ്പൊ വിച്ചിയുടെ നാഷണലിസ്റ്റിക് കാത്തലിക് റാദർ ദാൻ റേസലിസ്റ്റ് എന്നാണ് ഗവൺമെന്റിനെ പറ്റി പറയുക. അപ്പൊ ജൂയിഷ് റെഫ്യൂജീസ് ജർമ്മൻ ഒറിജിൻ ഉള്ളവര് 1940 പീസ് ഓഫ് ലെജിസ്ലേഷൻ ഡിബാർ ചെയ്ത് അവരുടെ സിവിൽ സർവീസും ടീച്ചിങ് ആൻഡ് ജേർണലിസം കോട്ടെ കൊണ്ടുവന്ന് അതിന്റെ വെറ്ററൻസ് ആയ ഫുള്ളി അസിമുലേറ്റ് ചെയ്ത ജൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ജൂയിഷ് പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്യുകയും വിച്ചി കോർപ്പറേഷൻ വഴിയും അത് വരുന്നു. ഇപ്പൊ ഇവിടെ അലൈഡ് ഫോഴ്സസ് കോസ്റ്റ് ഓഫ് നോർമൻഡിയിൽ വന്ന് 6ാമത്തെ ദിവസം, അതായത് ജൂൺ 6, 1944 പാരീസിനെ ലിബറേറ്റ് ചെയ്ത് 25 ഓഗസ്റ്റിൽ 1944. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈസ്റ്റേൺ സെൻട്രൽ യൂറോപ്പാണ്. ഈസ്റ്റേൺ സെൻട്രൽ യൂറോപ്പിൽ കൂടെ ഇറ്റലിയില്, സ്പെയിൻ, ഫ്രാൻസില് ഫാസിസം വരികയും അതിന്റെ ഓർഗനൈസേഷൻസ് കൂടെ ഫാസിസം എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതില് നമ്മള് എടുത്തു പറയാൻ പോകുന്നത് പോളണ്ട്, ഹംഗറി, ബാൾട്ടിക് സ്റ്റേറ്റ്സ്, ചെക്കോസ്ലോവാക്യാണ്. പോളണ്ടില് വീക്കായ ഫാസിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇതിൽ നാഷണൽ ഡെമോക്രാറ്റിക് വെസ്റ്റേൺ പോളണ്ട് ആണ് മാസീവ് ആയിട്ടുള്ള പാർലമെന്ററി പാർട്ടി. അഡ്വക്കേറ്റ് ചെയ്യുന്നത് ആന്റി സെമിറ്റിസം ആണ്. ഈ റാഡിക്കൽ ആയിട്ടുള്ള യൂത്ത് വിങ് സ്പ്ലിറ്റ് ആവുന്ന നാഷണൽ റാഡിക്കൽസില് 1930 അതിന്റെ കൂടെ ഫാസിസ്റ്റ് ഓർഗനൈസേഷൻസ് ABC ആൻഡ് ഫൽഗാന എന്നുള്ളത്. ഈ ഫൽഗാനയുടെ ഐഡിയോളജി എക്സ്ട്രീം കത്തോലിസിസം, അതേമാതിരി തന്നെ സോഷ്യൽ നാഷണലിസം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഹംഗറിയാണ്. ഹംഗറിയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫാസിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഒരു റൈറ്റ് റാഡിക്കലും സിംപ്ലി അതോറിറ്റേറിയൻ, അതായത് നാഷണലിസ്റ്റ് ഗ്രൂപ്പുമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് ബാല റിവോൾട്ട് വരുന്നു 1919. അതിനുശേഷം ഇന്റീരിയർ വാർ ഹംഗറി ഗവൺമെന്റ് വരുന്നു. അതോറിറ്റേറിയൻ ആയ റെജീമായ അഡ്മിറൽ ഹോർത്തിയാണ്. അപ്പൊ 19ാം സെഞ്ചുറിയിൽ സോഷ്യൽ ഹൈറാർക്കിയും ഗവൺ ചെയ്തു വരുന്ന റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള പാർലമെന്റും അതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ് പാർലമെന്റ് ആയ നാഷണൽ യൂണിറ്റി പാർട്ടി. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടെ അങ്ങേര് ശ്രമിക്കുന്നത് ട്രാൻസ്ഫോം ചെയ്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള നാഷണൽ യൂണിറ്റി പാർട്ടി ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതും. പെട്ടെന്ന് അത് പാർഷ്യലായിട്ട് നിന്നു പോകുന്നു. അങ്ങേരുടെ മരണശേഷം, അതായത് 1936 മരിച്ചു പോകുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ ആരോ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ മാസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ സപ്പോർട്ടിൽ കൂടി മൂവ്മെന്റ് ഹംഗേറിയൻ റേസിസും അതേമാതിരി അവരുടെ എക്സ്പാൻഷനും ഗ്രേറ്റർ ഡാനൂബ് കർത്തേപ്പിയൻ ഏരിയയിൽ എത്തുന്നു. ഇതിൽ ഓട്ടോണമി റിലീജിയസ് ആയിട്ടുള്ള സ്ട്രോങ് മെജോറിറ്റി വരെയും സിംഗിൾ ആയ നോൺ മേയർ പീപ്പിൾ കൂടെ ചെയ്യുന്നു. അനദർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ മൂവ്മെന്റ് ആന്റി സെമിറ്റിക് ആയിട്ടുള്ള ഒരു അസെമിറ്റിക് മൂവ്മെന്റും ജ്യൂസ് ലീവ് ചെയ്യുന്നു ആരോ ക്രോസ് എന്നുള്ള ലെവലില്. ഇതിന് ഇനി അടുത്ത് ഞാൻ പരാമർശിക്കുന്നത് ചെക്കോസ്ലോവാക്യ 2 ചെറുതായിട്ടുള്ള ഫാസിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. നാഷണൽ ഫാസിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, 1926 ഓർഗനൈസ് ചെയ്തു. പിന്നെ ചെക്ക് നാഷണൽ സോഷ്യലിസ്റ്റ് ക്യാമ്പ് ഉണ്ട്, ഡെവലപ്പ് ചെയ്തത് 1930. ഈ വീക്ക് വർക്കേഴ്സ് ക്ലിങ് ചെയ്തെടുക്കുന്നത് സോഷ്യലിസവും മിഡിൽ ക്ലാസിനെ റിമെയിൻ ചെയ്തിട്ടുള്ള ലിബറലിസം. അതിൽ കൂടെ പാർഷ്യലായിട്ട് ഫാസിസ്റ്റേഷനില് സോവിയറ്റ്
പീപ്പിൾസിന്റെ പാർട്ടിയും മറ്റ് സ്ലോവേക്കിയയും കൂടെ ജോയിൻ ചെയ്ത് ഇന്റർ വാർ പീരീഡ് വരുന്നു. പിന്നെ കാത്തലിക് പോപ്പുലിസ്റ്റ് നാഷണൽ പാർട്ടി ഓറിയന്റ് ചെയ്തത് കോർപ്പറേറ്റിസം എന്ന് പറയും. ഇതിന്റെ നാസിഷനില് 1938 ആന്റിസെമിറ്റിക് പോളിസീസ് അഡോപ്റ്റ് ചെയ്യും. അതിൽ കൂടെ ജൂസിന്റെ ഡിപ്പോർട്ട് ചെയ്ത പോളണ്ടും നാസി ഗവൺമെന്റിന്റെ പ്രഷറിൽ. ഇനി ബാൾട്ടിക് സ്റ്റേറ്റ്സിൽ എന്താ നടക്കുന്നത് വെച്ചാല്, ബാൾട്ടിക് സ്റ്റേറ്റ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ലുഥാനിയ മിലിറ്ററി ഗ്രൂപ്പാണ്. 1936 ഗ്രൂപ്പ് വരുന്നു. ഡൊമസ്റ്റിക് ഇലക്ഷൻസും ആൻഡാനാസ് എന്ന് പറഞ്ഞ ഡിസപ്പിയറൻസ് 1940 വരുന്നു. ഇവിടെ ഡിഗ്രി ഓഫ് പ്ലൂറാലിസം ആണ് ടോളറേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് പാർട്ടി നാഷണൽ യൂണിയനില് വരെയും അവരുടെ കോൺട്രാസ്റ്റ് ആയിട്ട് അതോറിറ്റേറിയൻ ഡെമോക്രസി ലറ്റേവിയ ആൻഡ് എസ്റ്റോണിയയിലാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രിവെന്റീവ് അതോറിറ്റിസം എന്ന് വേണമെങ്കിൽ പറയാം. 1934 കോസ്റ്റനിൻ പാറ്റ്സ് വരുന്നു. ലീഡറാണ്. ഫാർമേഴ്സ് പാർട്ടി ഇൻ എസ്റ്റോണിയന്റെ ലീഡറും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ് റൈറ്റ് റാഡിക്കൽ അസോസിയേഷൻ. അതേമാതിരി ലറ്റേവിയയില് ന്യൂ ഉൾമാനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തണ്ടർ ക്രോസ് എടുക്കുകയും നാസിസത്തിൽ കൂടെ ഇവരുടെ ഫാസിസ്റ്റ് പാർട്ടി ഇൻഫ്ലുവൻസ് വരുന്നത് നാസിസത്തിൽ കൂടിയാണ്. അങ്ങനെ അവര് ടോളറേറ്റ് ചെയ്ത് ലറ്റാവിയും എസ്റ്റോണിയയുമായിട്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ ഡെവലപ്പ് ആവുന്നു. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് നാസി പാർട്ടിയുടെ ഗ്രോത്ത് ആണ്. ഈ ഫോർമേഷൻ, അതായത് നാസി പാർട്ടി ജർമ്മനിയിൽ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, അത് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ നാസി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലഘട്ടം. അപ്പോ സെക്കൻഡ് വേൾഡ് വാർ ടൈം ഇൻഡസ്ട്രിയൽ ടെക്നിക്സ് പെർഫോമൻസ് ആയ വളരെ മാസ് ആയിട്ടുള്ള മാസ് മർഡർ. അപ്പൊ ഇതില് ഈ നാസി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഫസ്റ്റ് റിസൾട്ട് ചെയ്യുന്നത് മരണം 55 മില്യൺ ആണ്. രണ്ടാമത്തെ കാലഘട്ടത്തിൽ 4 മുതൽ 6 മില്യൺ യൂറോപ്യൻ ജ്യൂസിനെയും ജിപ്സീസിനെയാണ് കൊലപ്പെടുത്തുന്നത്. ഇങ്ങനെ ഹിസ്റ്ററിയിൽ തന്നെ നോക്കുമ്പോൾ ഇത്രയും ഡെത്ത് വരുന്നത് വേറെ എവിടെയും കാണുന്നില്ല. കൂടാതെ ഈ നാസിസത്തില് റൂട്ട്സ് വന്നിട്ട് യുണീക്ക് ആയ റൂട്ട്സ് ആണ് ജർമ്മനിയിലെ കൈസർ വില്യം 1890 മുതൽ 1914 വരെ ജർമ്മൻ ഇമ്പീരിയലിസ്റ്റ് ആണ്. ഈ ചേഞ്ച് അവിടെ വരുന്ന ഒരു ചേഞ്ച് പൊളിറ്റിക്സിൽ വരുന്നത് ഡിസ്മിസൽ ഓഫ് ബിസ്മാർക്കിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഡിസ്മിസ് ചെയ്ത ശേഷം റാപ്പിഡായ എക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നു. ഈ എക്കണോമിക് ഡെവലപ്മെന്റിൽ കൂടെ പാരാലിസിസ് ഓഫ് ഇമ്പീരിയൽ പോളിസിയിൽ കൂടെയും പ്രഷ്യൻ സിസ്റ്റത്തിൽ കൂടെയും ഈ ചാൻസലർ ആവുന്ന റിഷ്ടെഗ് പാർലമെന്ററി ലൈഫും അതിനെ പറ്റിയുള്ള ഡിസിഷനുമാണ് എടുക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം വഴിയും സെക്ടേറിയൻ ഡോക്ട്രിൻ ഗവൺമെന്റ് വഴിയും ഈ റവല്യൂഷണറി റിവിഷനാണ് അവിടെ നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഐഡിയോളജി എന്താണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജി ഡോക്ട്രിൻസ് ആണ് നാസിറ. റേഷ്യലിസം, ഇമ്പീരിയലിസം, ഇത് രണ്ടുമാണ് പവർഫുൾ ആയിട്ടുള്ള തീമായിട്ട് നമുക്ക് ജർമ്മൻ ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നത്. അപ്പോ ഈ ഒരു ഗ്രൂപ്പ് ചൈനയിലേക്ക് പോകുന്നുണ്ട് 1900-ൽ. അതായത് പാർട്ടിസിപ്പേറ്റിയൻ മോക്സർ റെബലിയൻ, ആ കൈസർ അവരെ കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ 1880 ഓൺവേർഡ്സ് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന വേൾഡും സെമി പൊളിറ്റിക്സും അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അതേമാതിരി വിയന്നയില് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് മേയർ കമ്പൈൻ ചെയ്യുന്നു സോഷ്യലിനെയും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമിനെ പറ്റിയും ജൂയിഷിന്റെ ജൂയിഷിനെയാണ് നമ്മൾ എന്താ പറയാ കൊലയ്ക്ക് കൊടുക്കാനുള്ള സോഷ്യൽ ഇൽസിനെ പറ്റി പറയുന്നു. ആ കാലഘട്ടത്തിൽ ബെർലിനില് പ്രൊട്ടസ്റ്റന്റ് ആയ ക്രിസ്ത്യൻ സോഷ്യൽ മൂവ്മെന്റ് അത് ലീഡ് ചെയ്യുന്നത് കോർട്ട് ചാപ്ലിൻ ആണ്, അഡോൾഫ് സ്റ്റോക്കർ. അത് കമ്പൈൻ ചെയ്യുന്നത് ആന്റിസെമിറ്റിസം വിത്ത് പ്ലൂറാലിറ്റിസം വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ അക്സഷന് സോഷ്യൽ ഡെമോക്രാറ്റ്സിന്റെ സർപാർസ്റ്റിക് റോസ ലക്സംബർഗ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതിൽ കൂടെ റിലേഷൻസിൽ ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വിങ്ങിൽ ജർമ്മൻ സോഷ്യൽ ഡെമോക്രസിയിലും ജർമ്മനി ഗ്രിപ്പ് എടുത്തെടുക്കുന്നത് റവല്യൂഷണറി സിറ്റുവേഷൻ ആണ് 1919. ഇതിനുശേഷം ഹാംബർഗ്, ബെർലിൻ ഒരു യൂണിയൻ ആയിട്ടുള്ള ഒരു താരതമ്യം വരുന്നു.
അതായത് ബ്രീഫ് ആയിട്ടുള്ള സോവിയറ്റ് റിപ്പബ്ലിക് ഇൻ ബവേരിയ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 1923 ഒരു ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ഈ ഇൻഫ്ലേഷൻ വഴി ഓക്യുപ്പേഷൻ അവർക്ക് റുഹർ എന്ന് പറഞ്ഞത്, അതായത് ഫ്രാൻസും ബെൽജിയം റുഹർ ഓക്യുപ്പേഷൻ എടുക്കുന്നു. ഇതിന്റെ കൂടെ 1920 കമ്മ്യൂണിസ്റ്റ് റൈസിംഗ് ആണ് ഹാംബർഗിൽ വരുന്നത്. 1923 മാർഷ്യൽ ലോ വരെയും അതിൽ കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പവർ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഇവിടെ വളരെ ക്രിപ്ലിംഗ് വാർ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് ജർമ്മനിയിൽ. വിക്ടോറിയസ് ആയിട്ടുള്ള പവേഴ്സിന് കൂടെയും ട്രീറ്റി ഓഫ് വെർസൈൽസിൽ കൂടെയും അതിന്റെ കൂടെ ഹെവി മോണിറ്ററി പേയ്മെന്റ്സ് എടുക്കുക, ആംഡ് ഫോഴ്സസ് എടുക്കുക, ടെമ്പററി ഓക്യുപ്പേഷൻ ജർമ്മനിയിൽ വരിക, മിനറൽ റിച്ച് പ്രോവിൻസ് കൊണ്ടുവരിക. ഇതിന് ശേഷം ജർമ്മൻ വർക്കേഴ്സ് 1919 ഐഡിയലി പറയുകയാണെങ്കിൽ അവര് സോഷ്യലിസ്റ്റ് റാഡിക്കലിസത്തെ പറ്റിയും അതിന്റെ കൂടെ എക്സ്ട്രീമായ നാഷണലിസത്തെ പറ്റിയും പറയുന്നു. ഹിറ്റ്ലർ ആണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. ഇവിടെ നൊട്ടോറിയസ് ആയ ബിയർ ഹാൾ ഡെമോനേഗ് എന്ന് പറയും. ഇവിടെ കൊളാബറേറ്റേഴ്സ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് ഈസ്റ്റ് റോമിലെ ചേർന്ന് സ്റ്റാംഫോർഡിൽ കൂടെ 1920-21 ഹിറ്റ്ലർ ലീഡർ ആയിട്ട് എമർജ് ചെയ്യുന്നു. ആ പാർട്ടിയുടെ പേര് ജർമ്മൻ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതിന്റെ ഉദ്ദേശം ഗ്രേറ്റർ ജർമ്മനി, അത് ലാൻഡും കോളനിയും ഉണ്ടാക്കണം. പിന്നെ ആനുവൽ ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസിന്റെ ആനുവൽമെന്റ്, പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ്, വലിയ വലിയ കമ്പനികളുടെ പ്രോഫിറ്റ് ഷെയറിംഗ്, ഏത് അബോളിഷൻ ചെയ്യുക, ഒരു ഇൻകം ഇല്ലാത്ത അൺഏൺഡ് ഇൻകത്തിനെ അബോളിഷ് ചെയ്യുക, ലാൻഡ് റീഫോംസ് കൊണ്ടുവരിക, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റോർ സ്മോൾ ട്രേഡേഴ്സ് കൊണ്ടുവരിക. അങ്ങനെ ഇവര് റാഡിക്കൽ സ്ലോഗൻസ് വഴി അവര് പവറിലേക്ക് വന്നത് 1933. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വൈമനർ റിപ്പബ്ലിക് അതിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രൈസിസ് വരികയാണ് 1922-23. ഇവിടെ മണി കൊളാപ്സ് ചെയ്യും. ആ ഹൈപ്പർ ഇൻഫ്ലേഷൻ കാരണം ഒരു പൗണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ 15 മില്യൺ മാർക്സിലേക്ക് സെപ്റ്റംബറിൽ എത്തിച്ചേരുന്നു. പിന്നെ 1923 ഫ്രഞ്ച് ആർമി ഓക്യുപ്പൈ ചെയ്യുന്ന റൂറൽ, അവരുടെ ഡിഫാൾട്ട് ചെയ്യുന്ന റിപ്പർക്കേഷൻ പേയ്മെന്റ്സ് ഡിഫാൾട്ട് ചെയ്തുകൊണ്ടാണ് അത് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ വേഴ്സൈൽസ് ട്രീറ്റിനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് മിസോളിനി അവിടെ മാർച്ച് ചെയ്യുന്നു 1922. ഇത് ഹിറ്റ്ലർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നു. അപ്പൊ തന്നെ മ്യൂണിച്ചിലെ പവർ പിടിക്കാനായിട്ട് 1923 കോപ്പറേഷൻ ചെയ്യുന്നു ഫീൽഡ് മാർഷൽ ലിൻഡോഫിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് 16 നാസിയിലെ സ്ട്രീറ്റ് ഫൈറ്റിൽ കൊല്ലപ്പെടുകയും അതിനുശേഷം ഹിറ്റ്ലറെ പോലീസ് പിടിച്ച ജയിലിൽ പോവും. ജയിലിൽ ഇരുന്നിട്ട് മെയിൻ കഫ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നു. പബ്ലിഷ് ചെയ്തത് 24. ഇതിൽ കൂടെ അവര് ഈസ്റ്റേൺ എംപയറും റേസിസ്റ്റ് ആയിട്ടുള്ള നേഷൻസും ഇന്റർനാഷണൽ ജോയിഷ് കോൺസ്പിറസിയും ക്യാപിറ്റലിസം കമ്മ്യൂണിസം ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഹിറ്റ്ലർ നാസി പാർട്ടി ബാൻ ചെയ്ത് ഹിറ്റ്ലേഴ്സ് ഇൻകാർഷൻ അവസാനിക്കുന്നത് 1924. 25 ഈ ബാൻ ലിഫ്റ്റ് ചെയ്യുന്നു. പിന്നെയും പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നു. അതിന്റെ ഓർഗനൈസ് ചെയ്ത ഹിറ്റ്ലർ ആണ് ഫസ്റ്റ് മെമ്പർ. അതിനുശേഷം ഈ പുതിയതായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഡിസ്ട്രിക്ട് ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് അതോറിറ്റേറിയൻ ആയിട്ടുള്ള ലീഡർ ഫോർമലൈസ് ചെയ്യുകയും 1926 ഹിറ്റ്ലർ ഹാംബർഗിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനെ മീറ്റ് ചെയ്യുകയും റാഡിക്കൽ ആയിട്ടുള്ള ആന്റി കമ്മ്യൂണിസ്റ്റ് റൈറ്റ് കൊണ്ടുവരികയും ഡെമോക്രസിയും ഗ്ലോബൽസും കൊണ്ടുവരുന്ന അങ്ങനെ ഒരു വിമർ ഡെമോക്രസി കൊണ്ടുവന്ന് അതിന്റെ ഓണർഷിപ്പിലാണ് അവര് സ്റ്റുപ്പിഡ് ആണ് ഡെമോക്രസി എന്നുള്ള ലെവലില് ഫ്രീ പാസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ എനിമീസ് ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് ഒരു പാർലമെന്ററി ക്രൈസിസ് ആണ്, പാർലമെന്ററി റിപ്പബ്ലിക് ക്രൈസിസ്. അപ്പൊ ഫസ്റ്റ് പ്രസിഡന്റ് ആയ വെയ്മർ 1919 മുതൽ 25 വരെ കോൺസ്റ്റിറ്റ്യൂഷനില് റിഷ്ടാഗ് എന്ന് പറഞ്ഞ അവരുടെ പാർലമെന്റ് ആണ്. അത് കൊളാപ്സ് ആവും. അതിന്റെ പ്രൊസസ് ചെയ്ത് എമർജൻസി പവേഴ്സ് എടുക്കുന്നു. ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴി അവർ വരികയും ചെയ്യുന്നു. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കൂടെ കൊണ്ടുവരുന്നു.
പിന്നെ വാൾ സ്ട്രീറ്റ് ക്രാഷ് 1929. ഇത് ടെറിബിൾ ഇമ്പാക്ട് വരുന്നത് ജർമ്മനിയിലാണ്. വിഡ്രോയൽ, അമേരിക്കൻ ലോൺസ് ഒക്കെ വിഡ്രോ ചെയ്യുകയും എക്സ്പോർട്ട് കൊളാപ്സ് ആവുന്നു, കൊളാപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നു, അൺഎംപ്ലോയ്മെന്റ് വരുന്നു 5.6 മില്യൺ 1932. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ബേർഡൻസ് കൂടുതലായപ്പോ ടാക്സ് റെസിപ്റ്റ്സും അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സും ഒക്കെ അത് അഫക്ട് ചെയ്യപ്പെടുന്നു. ഈ ക്രൈസിസ് ഇങ്ങനെ തീർക്കാത്ത വിധത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് മില്ലറിന്റെ റെസിഗ്നേഷൻ വരുന്നതും പാർലമെന്ററി പീരീഡിൽ വരുന്നത്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ആർട്ടിക്കിൾ 48 അലൗ ചെയ്യുന്നത് ലെജിസ്ലേഷൻ പ്രസിഡൻഷ്യൽ ഡിഗ്രിക്കുള്ള ലെജിസ്ലേഷൻ ആണ് വരുന്നത്. ഇനി ഇതിനു ശേഷം 1930 ബ്രൂമിംഗ് പോളിസീസ് ടെസ്റ്റ് ചെയ്തു, എലക്ഷൻ നടത്തി, റിഷ്ടാഗ് മാസീവായിട്ട് ഗെയിൻ കിട്ടി നാസീസിന്. അത് 107 സീറ്റാണ് അവർക്ക് ആ ഇലക്ഷനിൽ കിട്ടുന്നത്. ആ സപ്പോർട്ടിൽ കൂടെ 800% സപ്പോർട്ടും കിട്ടി. അപ്പൊ ഇങ്ങനെ ഈ ശതമാനത്തിൽ ഗവൺമെന്റ് അറ്റംപ്റ്റ് ചെയ്ത് വരുന്നത് 1932 നാസി സിമ്പതൈസിന് എലൈറ്റിലുള്ളവരെയും അതിന്റെ സപ്പോർട്ട് കിട്ടുന്നത് വില്യം കൈസറിന്റെ വില്യംസിന്റെ സണ്ണിനാണ് കിട്ടുന്നത്. ഇതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഗവൺമെന്റ് SDP പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പ്രഷ്യ ഡിസ്മിസ് ചെയ്യും. അതിനുശേഷം റിഷ്ടാഗ് പിന്നെയും തിരിച്ചു വരും. ഇലക്ഷൻ ക്യാമ്പയിൻ എക്സ്ട്രീംലി വയലന്റ് ആവും. അപ്പോ ഈ 6ാമത്തെ റിഷ്ടാഗ് 6th റിഷ്ടാഗ് അവിടെ നാസീസ് ഗെയിൻ ചെയ്യുന്നത് 230 സീറ്റ്. അപ്പൊ അതായത് 37% വോട്ടിൽ ഇങ്ങനെ വന്ന ശേഷം ഈ ഹിറ്റ്ലറിനെ ചാൻസലർ ആക്കാനും അതിന്റെ ഹിറ്റ്ലർ കൺവേ ചെയ്യുന്ന ഇൻഡസ്ട്രിയലിസം ബാങ്ക്സും ഒക്കെ എടുക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈ ജനറൽ ഇലക്ഷൻസ് 1928 മുതൽ 33 വരെയും NSDAP എന്നുള്ള പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാർക്ക് ആ മെമ്പർഷിപ്പ് 559% ഇൻക്രീസ് ചെയ്ത് 5 കൊല്ലം കൊണ്ട്. പിന്നെ അടുത്ത് കാണുന്നത് സ്റ്റാലിന്റെ പീരീഡില് അൾട്രാ ലെഫ്റ്റ് പോസ്റ്റർ ആണ് സ്റ്റാലിൻ KPDയിൽ കൊണ്ടുവരുന്നത്. ആ സിസ്റ്റം വഴിയും ഐഡിയോളജി വഴിയും ഇക്കണോമിക് ക്രൈസിസും ജനറൽ ഡീജനറേഷൻ സ്റ്റേറ്റ് ഓർഗൻസും ജുഡീഷ്യറിയും ഒക്കെ കൊണ്ടുവന്നിട്ട് 1930 ലെബിസ്ക് ട്രയൽ എടുക്കുകയാണ്. ഇതിൽ കൂടെ ഇവര് ഈസ്റ്റേൺ എൽബീനിയൻ ജങ്കാസിൽ ഉണ്ടാക്കുകയും 15% GNP കൂട്ടുകയും ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമാണ്. ഈ ഡിപ്രഷൻ ടൈമിൽ കൂടെ പ്രോഗ്രാം ഇന്റഗ്രേഷൻ ചെയ്തെടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് വർക്കിംഗ് ക്ലാസിന്റെ ആണ്. എക്കണോമിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്രൈസിസ് വന്നപ്പോൾ സോഷ്യൽ കൊളാബറേഷൻ എടുക്കുകയും ഇതിൽ കൂടെ ഇവർ കോംപ്രമൈസ് ചെയ്യാനും കോമ്പറ്റീഷൻസിലേക്ക് കൂടി സ്റ്റെബിലിറ്റി എടുത്ത് 1925 മുതൽ 1930 വരെ. പിന്നെ ഈ ഒരു പ്രാവശ്യം നാസീസ് ക്ലിയർ ആയതിനു ശേഷമാണ് ഇൻഡസ്ട്രിയൽ സർക്കിൾസും അക്സെപ്റ്റ് ചെയ്ത് സ്പ്ലിറ്റിംഗ് പാർട്ടി രണ്ടായിട്ട് മാറുന്നു. അതിനുശേഷം 2 പ്രൊവിഷനായിട്ട് മാറിയിട്ട് ക്രൈസിസ് ലാസ്റ്റ് ക്രൈസിസ് ബൾമർ റിപ്പബ്ലിക്കിൽ പറയുന്നത് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് മെമ്പേഴ്സ് ഡോമിനേറ്റ് ക്ലാസസിന്റെ ഓട്ടോണമസ് ഫാഷനെ പറ്റിയും അത് പാർഷ്യലായിട്ട് പോകുന്നതിനെ പറ്റിയും പറയുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് സ്റ്റേറ്റും സൊസൈറ്റിയുടെ തേർഡ് റിച്ച് പാർട്ടി എന്തായിരിക്കും എന്ന് പറയും. അപ്പോ റാഡിക്കൽ ഫോഴ്സസ് പാർട്ടീനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ആബ്സല്യൂട്ടിസം ആയിട്ടുള്ള കൗണ്ടർ റെവല്യൂഷൻ കൊണ്ടുവരുന്നു. കൗണ്ടർ റെവല്യൂഷൻ വഴി വെർച്വൽ ആയിട്ടുള്ള സെപ്പറേഷനും ഗെസ്റ്റപ്പോളജി ഈ സെപ്പറേഷൻ വന്നിട്ട് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിപെൻഡൻസിനെയും മിലിറ്ററിയിൽ നിന്ന് മാറ്റുന്നു. ഈ റിമൂവൽ മിലിറ്ററിയിൽ നിന്ന് മാറ്റിയ ശേഷം എക്സ്പേർട്സ് ബൊമറാഷ്, ഫെർട്ടിഷ് ആൻഡ് ബെക്ക് ഇവര് സീനിയർ ജനറൽസ് ആണ്. അവര് മിലിറ്ററി അഡ്വാൻറ്റേജസിൽ ഓക്യുപ്പേഷൻ ചെയ്തെടുക്കുന്ന ലാൻഡ്. പിന്നെ ഹിറ്റ്ലർ യൂസ് ചെയ്തിരുന്ന ടെക്നിക്ക് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ടു ഡിസ്ട്രോയ് കൺസർവേറ്റീവ് ആയിട്ടുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതിനുശേഷം ക്രിപ്ലിംഗ് ഇമ്പാക്ട് കൊണ്ടുവരുന്നു ലെജിസ്ലേഷനിലും അഡ്മിനിസ്ട്രേഷനിലും. അതിനുശേഷം ക്യാബിനറ്റിനെ ഡിവൈഡ് ചെയ്ത് മിനിസ്റ്റേഴ്സിനെയും ബാക്കിയുള്ളവരെയും ഡിവൈഡ് ചെയ്തെടുക്കുന്നു. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരുന്ന സെപ്പറേറ്റ് ഡിഗ്രീസ് കൊണ്ടുവരുന്നു. അങ്ങനെ
ഈ ന്യൂ ഡിസ്പെൻഷനിലേക്ക് കൊണ്ടെത്തുന്നു. സബോർഡിനേഷൻ ഓഫ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അവരത് ഏറ്റവും ജുഡീഷ്യറി നമ്മളുടെ ആക്ടിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിൽ കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് ലീഗൽ ആക്ടിന് ഹിറ്റ്ലർ ആണ് നിയമം എന്നുള്ള ലെവലിൽ അവര് പ്രൊഡ്യൂസ് ചെയ്തു. ഹിറ്റ്ലർ ഇസ് ലോ എന്ന് പറയും. അതായത് ഹിറ്റ്ലർ ആണ് നിയമം, പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പറഞ്ഞാലും അങ്ങേര് പറയുന്നതായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ലീഡർഷിപ്പില് സിവിൽ സർവീസിലും ആർമിയിലെ അൺകണ്ടീഷണൽ ഒബീഡിയൻസിലും സേക്രഡ് ഓത്തും ഇതൊക്കെ വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് വരുന്നു. ഇതിൽ കൂടെ ഇവരുടെ ലീഡറിന്റെ ഇഷ്ടം, ലെജിറ്റിമസി, ആ ലോ അവര് നാസി ഓർഗനൈസേഷനിലെ ഡിസ്മിസൽസിലേക്ക് ഇത് കാണാൻ പറ്റുന്നതാണ്. ഇനി സ്പെഷ്യൽ ആയിട്ട് കോർട്ട് ഉണ്ടാക്കുകയും അതിനുശേഷം ഓർഡിനറി ആയിട്ടുള്ള കേസസ് നോക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പുതിയതായിട്ട് കാണുന്നത് സ്റ്റേറ്റ് പോലീസ് ഓഫീസറായ ഗെസ്പ 1933 പ്രഷ്യൻ ഇന്റീരിയർ മിനിസ്ട്രിയിൽ കൂടെ ഉണ്ടാക്കി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എടുത്തു വരികയാണ്. ഇതിനെ ചാർജ് എടുക്കുന്നു റിഹമൻ റിച്ചിച്ച്. അതിനുശേഷം സ്പ്രെഡ് ആവുന്നു. അത് വളരെ കാര്യമായിട്ട് സ്പ്രെഡ് ആവുകയും 1936 ഹിൽമർ കമാൻഡറിൽ വരുന്നു. അതിനുശേഷം ടെററൈസ് ചെയ്യുകയും യൂണിവേഴ്സൽ ആയിട്ടുള്ള ബ്യൂറോക്രസിയും ആർമി യൂണിറ്റ്സ് ഒക്കെ മാസ് മർഡർ ചെയ്യുന്നു. ഇനി സാധാരണക്കാരെ വർക്കേഴ്സും കർഷകരുടെയും പരിപാടി, അവരുടെ സ്ഥിതി എന്തായിരിക്കും? അൺഎംപ്ലോയ്മെന്റ് ഒരുപാട് വരുന്നുണ്ട്, ആൾക്കാരെ കൊല്ലുന്നുണ്ട്, വാർ എക്കോണമി പറയുന്നു. അതേമാതിരി ഡിഫൻസ് ഡിഗ്രി പാസ്സാവുന്നത് 21 മെയ് 1935. അതിനുശേഷം ഇവര് നാസീസിന്റെ ഹെവി ഡ്യൂട്ടിയിലും ഹെവി കോൺട്രിബ്യൂഷൻസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ഓണേഴ്സിന്റെ ട്രസ്റ്റ് ഗ്രൂപ്പ് കൊണ്ടുവന്ന് അതിൽ കൂടെ ഇന്റൻസിഫിക്കേഷൻ ലോ, അതായത് ലേബർ ലോയിലേക്ക് എടുത്ത് പറയുന്നു. ലേബർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഒക്ടോബർ 1934. എന്തിനാണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ജർമ്മന്റെ ബ്രെയിനും ഫിസ്റ്റിനെയും പറ്റിയുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കാനും ഇതിൽ മാക്സിമൈസേഷൻ വർക്ക് കൊടുക്കാനും അങ്ങനെ ഇതിനെ റൂളേഴ്സ് എംപ്ലോയീസിന്റെ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്നു. വർക്കേഴ്സിന്റെ ഫ്രീഡം മൂവ്മെന്റിനെ പറ്റി സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയും അതേമാതിരി സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. കൂടാണ്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീകളുടെ കാര്യങ്ങളാണ്. വുമന്റെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ എല്ലാ ഓർഡിനൻസിലും വിമനെയാണ് ലീഡിങ് പൊസിഷനിൽ നിന്ന് മാറ്റിയും എക്സ്ക്ലൂഡ് ചെയ്തു. അതിനുശേഷം അവരുടെ ഉദ്ദേശം അവർ ഇരിക്കേണ്ടത് കുട്ടികളെ നോക്കുക, ചർച്ചിൽ പോവുക, കിച്ചൺ നോക്കുക. ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ്. ഇവർക്ക് സ്ത്രീകൾക്ക് ഒന്നിലും സ്ഥാനം കൊടുത്തിരുന്നില്ല. 33 എല്ലാ ലേഡീസും കൂടെ 37% ടോട്ടൽ എംപ്ലോയിഡ് ലേബർ ഫോഴ്സ് ആയിട്ട് മാറുകയും അതിന് റെജീം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. വിമൻ ടാസ്ക് ബ്യൂട്ടിഫുൾ ആണ്. അതേമാതിരി തന്നെ അവര് ബേബീസിനെ കൊണ്ടുവരുന്നു. അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ മാത്രം ഹോളി ക്രോസ് ആയ ജർമ്മൻ മദർ ഇൻ ബ്രോൺസിലും ഇങ്ങനെ ഓരോരുത്തർക്കും അവര് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയാസിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ബാൻ ചെയ്യും. അവര് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ബാൻ ചെയ്തിട്ട് ജർമ്മൻ റൈറ്റേഴ്സ് അവർക്ക് മുഴുവനും ഈ ഐഡിയാസ് മുഴുവൻ ചേംബേഴ്സ് വാലിഡിറ്റി കൊണ്ടുവരിക. ഫൈൻ ആർട്സ്, മ്യൂസിക്, തിയേറ്റർ, റേഡിയോ, ഫിലിംസ്, ജ്യൂസ് എല്ലാം കൾച്ചറൽ ലൈഫ് വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശം. പ്രസ്സിനെയും കൺട്രോൾ ചെയ്യും. പ്രസ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് ലിബറൽ ആയിട്ടുള്ള ജൂയിഷ് ഓൺഡ് പേപ്പേഴ്സ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്യിക്കുന്നു. 33-37 ഡെയിലീസ് എല്ലാം നിർത്തിക്കുന്നു. ഇങ്ങനെയാണ് അവര് കൺട്രോൾ ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്തൊക്കെ പോളിസികൾ, എല്ലാ എഡ്യൂക്കേഷൻ പോളിസികളിലും കരിക്കുലർ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രക്ഷനിൽ നാസിയുടെ ഐഡിയാസ് കൊണ്ടുവരാം. എഡ്യൂക്കേഷൻ ജൂറിസ്ഡിക്ഷനിൽ അങ്ങനെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റീറൈറ്റ് ചെയ്യും. മെയിൻ കഫിന്റെ ഐഡിയോളജിയിൽ കൂടെ ടീച്ചേഴ്സ് എല്ലാം ജോയിൻ ചെയ്യണം നാസി ലീഗൽ എന്നുള്ള ഒരു നിർബന്ധവും കൊണ്ടിരിക്കുന്നു. അപ്പൊ കൂടുതൽ അവര് പ്രൊഫസേഴ്സിനെ കൊണ്ടിരിക്കുകയും മേർഡർ ചെയ്ത് അവർ പറഞ്ഞാൽ അനുസരിച്ചെങ്കിൽ അവരെ കൊല്ലും. അതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ റേഷ്യൽ സയൻസ് എന്നുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കരിക്കുലയില്. അതിനുശേഷം ആർമി ആര്യൻ ജർമ്മൻ മാസ്റ്റർ റേസ് എന്ന് കൊണ്ടിരിക്കുന്നു. ജർമ്മൻ ജ്യൂസിന്റെയും നോബൽ പ്രൈസസ് എല്ലാം
റിട്ടയർ ചെയ്ത് ഡിസ്മിസ് ചെയ്യുന്നു, റിട്ടയർ ആയത്. അതേമാതിരി തന്നെ ജർമ്മൻ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് വല്ലാണ്ട് താഴെ പോവുകയും യൂത്ത് ഒക്കെ ഒരു പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും 6 മുതൽ 21 വരെ പാരന്റ്സിനെയൊക്കെ വാൺ ചെയ്തു, കുട്ടികളെ ലോസ് ഓഫ് ചിൽഡ്രനെ കൊണ്ടിരിക്കാൻ പാടില്ല, പ്രോമിസിങ് യങ് നാസീസിന് അവർക്ക് ഓർഡർ കാസൽസ് വേണമെന്ന്. പിന്നെ റിലീജിയസ് ടോളറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നാസി പ്രോഗ്രാമില് സ്പീഡ് ഓഫ് പോസിറ്റീവ് ക്രിസ്ത്യാനിറ്റിനെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ഈ കാത്തലിക് ലൂഗിൽ കൂടെ 30 ജൂലൈ 1933 കാത്തലിക് പ്രീസ്റ്റ്, നൺസ്, പ്രോമിനന്റ് ആയിട്ടുള്ളവരെ കൊല്ലുന്നു. അതിനുശേഷം ബേണിംഗ് സോറോ എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പ് ടൈറ്റിൽ കൊണ്ടുവരുന്നു. ഇതിന് മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ വളരെ ജ്യൂസിനെ മുഴുവനും ഒരുപാട് ജ്യൂസിനെ ഒരുമിച്ച് കൊല ചെയ്യാണ്. ആ ലോ പ്രകാരം, നെക്സംബർഗ് ലോ പ്രകാരം ഈ ജർമ്മൻ സിറ്റിസൺഷിപ്പിലും അവരെ എക്സ്ട്രാ മാരിറ്റൽ ആൻഡ് മാരിറ്റൽ റിലേഷൻഷിപ്പില് ജ്യൂസിലെ മാരേജിലേക്ക് ബേൺ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഉണ്ടാക്കി അതിൽ കൂടെ അവര് ഗാർഡ് ഡ്യൂട്ടി കൊടുത്ത് വളരെ മോശമായ തരത്തിൽ 41 കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലേക്ക് അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഗ്യാസ് വഴിയാണ് അവര് ജ്യൂസിനെ കൊന്നു തീർക്കുന്നത്, ഒടുക്കുന്നത്. അപ്പൊ ഇതിനു ശേഷം നമ്മള് അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ 2 വാറുണ്ട്. അതായത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയുള്ളതാണ് ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്. ഇതിന്റെ ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു വാറിനുള്ള കാരണങ്ങൾ, അതും അതിന്റെ അവസാന കാലഘട്ടമാണ് പറയാ. നാഷണൽ പോളിസികളും പൊളിറ്റിക്കൽ റൈവലറി ആയിരുന്നു ആദ്യത്തെ കാരണം. ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുകയും അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വരികയും അതെങ്ങനെ ഗ്രോത്ത് ആയിട്ട് ഇത് ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് കൊണ്ടുവരുന്നു, ബാങ്ക്സ് വരുന്നു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. ഇതൊക്കെ പോളിസിയാണ്, പ്രൊട്ടക്ഷനിസം ആൻഡ് പ്രൊമോഷൻ. ഇനി നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ മോഡേൺ അസംബ്ലിയില് ലൈൻസിലും ഓട്ടോമൊബൈൽസിലും അതേമാതിരി മീജി റെസ്റ്റോറേഷൻ 1868 ഇൻഡസ്ട്രിയലൈസേഷൻ റഷ്യയാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനിൽ. അങ്ങനെ വന്ന ശേഷം ഇവിടെ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് എക്കോണമി ബാങ്കർ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ എക്കോണമിയിലേക്കാണ് പോയി എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള മാറ്റർ എന്താന്ന് വെച്ചാൽ എക്സ്പാൻഡിങ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇത് ഗ്ലോബലൈസേഷൻ എക്കോണമി ആയിരുന്നു. ഈ വർക്കിംഗ് ക്യാപിറ്റലിസവും നാഷണൽ എക്കോണമിയും ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ക്രിസ്റ്റലൈസേഷൻ വരുന്നു. ലേറ്റ് ആയിട്ട് വന്ന ഫീൽഡിൽ വരുന്ന റഷ്യ, ജപ്പാൻ ഇവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് വരികയും പാൻ ജർമ്മൻ ലീഗ് ഫൗണ്ട് ചെയ്യുന്നത് 1893. അതിനുശേഷം അത് ബെൽജിയം ക്ലെയിം ചെയ്യുന്നു വരുന്നു. ജർമ്മൻ ഇൻഡസ്ട്രീസ് വരുന്നു. പിന്നെ ഹിറ്റ്ലറിന് യൂണിയൻ ഓസ്ട്രിയയിൽ കിട്ടുന്നു. ഇറ്റാലിയൻ റൈറ്റ് വിങ് പ്രൊലറ്റേറിയൻ അതും വരുന്നു. ഇപ്പൊ ബ്ലാക്ക് ഡ്രാഗൺ സൊസൈറ്റി 1901 വരുന്നു. എംപറർ ഫൗണ്ടേഷൻ സൊസൈറ്റി 1926 ഇത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ റിലേഷൻ ഫോർമേഷൻ ഓഫ് ക്യാമ്പ്സ് കൂടെയാണ്. ഈ ക്യാമ്പ്സിൽ കൂടെ ഫസ്റ്റും സെക്കൻഡും ഹേഗ് ഓഫ് കോൺഫറൻസ് നടക്കുന്നത് 1989ലും 97ലും റിലേറ്റീവ് ആയിട്ടുള്ള ആർമമെന്റ് റിഡക്ഷനെ പറ്റിയിട്ടുള്ള ഇതാണ് നടക്കുന്നത്. ഇതിൽ വാറിൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതേമാതിരി സെക്യൂരിറ്റി പർപ്പസിൽ കൂടെ പോവുക, യുദ്ധത്തിന്റെ സീക്രസി ഓഫ് അലയൻസിനെ പറ്റിയും പരാമർശിക്കുന്നു. ജർമ്മനി ഹംഗേറിയ സ്റ്റാർ വാറിനെ പറ്റി പരാമർശിക്കുന്നു. ജോയിൻ ചെയ്ത 1882 ഒരു ട്രിപ്പിൾ അലയൻസ് ഫോം ചെയ്യാണ്. ഈ ട്രിപ്പിൾ അലയൻസ് ഫോം ചെയ്ത ശേഷം 1894 റഷ്യയും ഫ്രാൻസും കൂടെ ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആവുന്നു. അതിലെ ട്രിപ്പിൾ അലയൻസ് മൊബിലൈസ് ചെയ്യുന്നു. ഇതിനുശേഷം അവര് ജർമ്മനി അറ്റാക്ക് ചെയ്യാനും അതേമാതിരി നെവൽ ബ്രിട്ടൻ അറ്റാക്ക് ചെയ്യാനും അവര് ഉദ്ദേശിച്ചെടുക്കുന്നു. ഇനി 2 ക്യാമ്പ് 1914-18 ഫസ്റ്റ് വേൾഡ് വാറിൽ റിസോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്ലോബൽ ഡോമിനേഷൻ, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, റിഗ, ലുസിൻ, ലബാർന
ഇതൊക്കെ റെഡ്യൂസ് ചെയ്യണം മാപ്പിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്. അതേമാതിരി 4 ഗ്രേറ്റ് എംപയർ ഉണ്ട്: റഷ്യൻ റോസ്നവ്, ഹോളോസോറൻ, ഹാംസ്ബർഗ് ആൻഡ് ഓട്ടോമൻ ഫേസ്. ഇവര് ഡിഫീറ്റ് ആയി കൊളാപ്സ് ആവുന്നു. പിന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ജർമ്മനി റിപ്പബ്ലിക് ആവുന്നു. സഫറിങ് ആ ഡിഫീറ്റിന്റെ അലൈഡ് റിപ്പർക്കേഷനും ജർമ്മനി എടുക്കുന്നു. വിക്ടോറിയസ് ആയ വെസ്റ്റേൺ ഡെമോക്രസി കിട്ടുന്ന ഗെയിൻ ടെറിട്ടറി എടുത്തുകൊണ്ട് പോകുന്നു. ഫ്രാൻസിന് ഗെയിൻ ചെയ്യുന്നത് അലാസ്ക, ലൊറൈൻ, അത് ജർമ്മനിയുടെ ആയിരുന്നത് 1871. ഇതിന് ഐഡിയ വേൾഡ് ഓർഗനൈസേഷൻ വരികയും ആ വേൾഡ് ഓർഗനൈസേഷൻ വഴി ഇവര് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കുന്നു. ഈ ലീഗ് ഓഫ് നേഷൻസിലെ ഡിഫീറ്റ് ചെയ്തുള്ള പവേഴ്സിന് ഇൻവൈറ്റ് മെമ്പർ ആക്കാനും ജർമ്മനിനെ അലോ ചെയ്യാൻ സമ്മതിക്കുന്നു. പാർഷ്യലായിട്ട് ജർമ്മനി ലീഗ് ഓഫ് നേഷനിൽ ജോയിൻ ചെയ്യുന്നു. പാർഷ്യലായിട്ടുള്ള അച്ചീവ്മെന്റും നേവൽ ഡിസാർമമെന്റിനെ പറ്റിയും 1921 നമുക്ക് കാണാൻ പറ്റും. ഇനി ലീഗ് സ്പോൺസർ ചെയ്ത ഡിസാർമമെന്റ് കോൺഫറൻസ് നടക്കുന്നുണ്ട് ജനീവയില് 1932-34. എന്നിട്ടും അവിടെ ഒരു അഗ്രിമെന്റിന് റീച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയും ക്രാക്സ് വന്നു. അവര് ഏർലി കാലഘട്ടത്തിൽ 1930 ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ ലാക്ക് വരുമ്പോഴത്തേക്കും അത് ഒരു പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ജാപ്പനീസിന്റെ മിലിറ്ററിസം, ഇറ്റാലിയൻ ഫാസിസം, ജർമ്മൻ നാസിസം ഇത് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ 1931 ജാപ്പനീസ് മഞ്ചൂരിയ, അതായത് ചൈനയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുന്നു. ഇതിൽ ഇവിടെ പപ്പറ്റ് മക്കാച്ചു എന്നുള്ള ഒരു പപ്പറ്റ് സ്റ്റേറ്റ് ആയിട്ട് അതിനെ മാറ്റിയും ഇതിനെ ഹിസ്റ്റോറിയലിൽ വരുമ്പോൾ ഗ്ലോബൽ സ്കെയിലില് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ അബിസീനിയ, മോഡേൺ എത്യോപ്യ കോൺകർ ചെയ്യുന്നു 1936. ജർമ്മനിയിലെ ഹിറ്റ്ലറിസ്റ്റ് ഒരു വലിയ പ്രോഗ്രാമാണ്, മിലിറ്ററി ബിൽഡപ്പ് ഉണ്ടാക്കിയും ആ വയലേഷൻ, അതായത് ടേംസ് ഓഫ് ട്രീറ്റി വേഴ്സൈൽസിന്റെ അത് വയലേഷൻ ചെയ്യുന്നു. 36 ഒരു വെസ്റ്റേൺ പവേഴ്സിൽ കൂടെ ജർമ്മൻ എയർഫോഴ്സ് വലുതാകും. ആ ജർമ്മനി ഇറ്റലി ഫോം ചെയ്ത അലയൻസ് റോം ബെർലിൻ ആക്സിസ് അത് ജോയിൻ ചെയ്തത് 1940 ജപ്പാൻ ജോയിൻ ചെയ്യുന്നു. പിന്നെ അവര് മാർച്ച് 38 ജർമ്മനി ഓസ്ട്രിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർച്ച് ചെയ്ത് പോവുകയും അതേമാതിരി തന്നെ 38 ഹിറ്റ്ലർ സുഡൻലാൻഡ് കൺട്രോൾ ചെയ്ത് വെസ്റ്റേൺ ചെക്കോസ്ലോവാക്യ പിടിച്ചെടുക്കുന്നു. ബ്രിട്ടൻ പ്രിസർവ് ചെയ്യുന്ന എല്ലാ ഹിറ്റ്ലർ ഡിമാൻഡിന്റെ പോളിസിയിലൊക്കെ അപ്പീസ്മെന്റ് പോളിസിയിലൊക്കെ മാറ്റി കൊണ്ടുപോവാണ്. ഇനി ഈ അപ്പീസ്മെന്റ് പോളിസിയിൽ കൂടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഹിറ്റ്ലർ എല്ലാ വിധത്തിലുള്ള മ്യൂണിച്ച് എഗ്രിമെന്റ് മാർച്ചില് 1933 ഉണ്ടായതും അതിനുശേഷമുണ്ടായ അൺറസ്റ്റ് ചെക്കോസ്ലോവാക്യയിലും സിമിലർ ട്രീറ്റ്മെന്റ് ആണ് പോളണ്ടിലും കിട്ടുന്നത്. പിന്നെ ഡ്രസ് റിവേഴ്സൽ നമ്മുടെ വേൾഡ് വാറിന് തുടങ്ങുമ്പോൾ ഐഡിയോളജിക്കലായിട്ട് സ്പാനിഷ് സിവിൽ വാർ വരുന്നുണ്ട് 36-39. ഇതിൽ പോപ്പുലർ ഫ്രണ്ടിൽ കൂടെ റിപ്പബ്ലിക്കനിസം, സോഷ്യലിസ്റ്റും എല്ലാം വരുന്നു. ഈ ആർമി റൈറ്റ് വിങ് പാർട്ടീസ് പ്രോഗ്രാം ചെയ്തെടുക്കുന്നു. അതിൽ കൂടെ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ് റിവേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫാസിസ്റ്റ് ജർമ്മനി റെജീംസ് പ്രൊവൈഡ് ചെയ്ത മിലിറ്ററിയിൽ കൂടെ ജനറൽ ഫ്രാങ്കോ സോവിയറ്റ് യൂണിയൻ ഹെൽപ്പ് ചെയ്യുന്നു റിപ്പബ്ലിക്കൻസിന്. അതിനുശേഷം അവർ വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരിക്കുന്നു. ഇനി വാർണിംഗ് കൊടുക്കുകയാണ് നേഷൻസിന് വേൾഡ് വാറിനെ പറ്റി. ഈ വേൾഡ് വാറിനെ പറ്റിയുള്ള വാർണിംഗ് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതിനുശേഷം ഓസ്ട്രിയ ഹംഗറി ഡിക്ലെയർ ചെയ്യാണ് 28 ജൂലൈയില് 1914 സെർബിയയിലെ വാർ ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പൊ ജർമ്മനി ഉടനെ തന്നെ റഷ്യയിലെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ബെൽജിയം ഇൻവേഡ് ചെയ്യുന്നത് ജർമ്മൻ ഫോഴ്സസ്. സെയിം ഡേ ഫ്രാൻസ് ഇൻവേഡ് ചെയ്യുന്നു 4 ഓഗസ്റ്റിന്. ജർമ്മൻ വയലേഷനും അതേമാതിരി ഫ്രാൻസിന്റെയും ബ്രിട്ടീഷ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് വരികയാണ്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ട്രിപ്പിൾ അലയൻസ് 1982 ഡിക്ലെയർ ന്യൂട്രാലിറ്റി 3 ഓഗസ്റ്റില് 3 ഓഗസ്റ്റിന് ന്യൂട്രാലിറ്റി പറയുന്നു. ഇതിനുശേഷം ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ 23 മെയ് 1915 ഇറ്റാലിയൻ ഗവൺമെന്റ് അലൈഡ് ടെംപ്ടേഷൻസ് പ്രകാരം ഡിക്ലെയർ ചെയ്യാണ്. ഹംഗറി ഓസ്ട്രിയ ഹംഗറിക്ക് ഒരു വാർ ഡിക്ലറേഷൻ വരുന്നു. ഇനി സെക്കൻഡ് വേൾഡ് വാർ ഡിവിഷൻ വരുമ്പോ 2 ആംഡ് ഫോഴ്സസും അതേമാതിരി തന്നെ വരികയാണ്.
ഇനി വാറിനെ പറ്റി പറയുകയാണെങ്കിൽ വയറിന്റെ യുദ്ധത്തിന്റെ ഐഡിയോളജി എന്താന്ന് വെച്ചാല് ഈ സ്പെക്ട്രം 3 മേജർ ബാൻഡ് ആണ്. ലെഫ്റ്റ്, സെൻട്രൽ, ലെഫ്റ്റ് ഡെമോക്രാറ്റിക്. ഇവരുടെ ഗ്രൂപ്പില് ഡിഫൈൻഡ് ആയിട്ടുള്ള ആംസ് 2 വേൾഡ് വാറിൽ വന്ന് എത്തിപ്പെടുകയും ഈ വാറിൽ കൂടെ അവര് റഷ്യൻ ഓട്ടോക്രസിയും അതേമാതിരി തന്നെ സദേൺ റഷ്യൻ ബാങ്കിങ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, സെക്കൻഡ് വേൾഡ് വാർ ടൈമില് ഐഡിയോളജീസ് കമ്പൽ ചെയ്യുന്നതും സോവിയറ്റ് യൂണിയന്റെയും വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിന്റെയും ഇന്റർമിനേറ്റ് ആയിട്ടുള്ള വാർ. പിന്നെ ഓട്ടോമൻ എംപയർ സപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ പവേഴ്സിനെ ഡ്യൂറിങ് ദ വേൾഡ് വാർ ഫസ്റ്റ്. അപ്പൊ ഇവിടെ റിഫോം ചെയ്ത ടർക്കി ജോയിൻ ചെയ്യുന്നത് അലയൻസിന്റെ സെക്കൻഡ് വേൾഡ് വാറില് അലയൻസിന്റെ കൂടെ കൂടുന്നു. ഇതിനുശേഷം ജർമ്മൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്ത ബിസ്മാർക്ക് ഫ്രാങ്കോ പ്രഷ്യൻ വാറില് 1870 റെസൊല്യൂഷനും അതേമാതിരി പ്രഷ്യൻ മിലിറ്ററിയും കൊണ്ടുവന്നു. ഇതിന് നമ്മൾ കാണാൻ പറ്റുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇവരുടെ പാർലമെന്റ് റിഷ്ടാഗ്, അതിൽ കൂടെ അവര് ഡയറക്റ്റ് ആയിട്ടും സീക്രട്ട് ആയിട്ടും മെയിൽ അഡൽട്ട് സഫറേജ് കൊണ്ടുവരികയും ഇമ്പീരിയൽ ആയ ജർമ്മൻ ചാൻസലറിനെ അതേമാതിരി തന്നെ എനോർമസ് ആയിട്ടുള്ള അവരുടെ പവർ ഹൈബ്രിഡ് ആയ പ്രഷ്യൻ മിലിറ്ററി റെജീം കൊണ്ടുവരുന്നു. ഇവിടെ മിലിറ്ററി ഡെസ്പോട്ടിസത്തിൽ കൂടെ ക്ലോക്ക് ചെയ്ത് അവര് ഫ്യൂഡൽ ക്രെഡിമെന്റിൽ കൂടെ സേഫ് ഗാർഡ് ചെയ്യുന്നത് പോലീസിനെയാണ്. ഹാംബർഗിൽ കാണുന്ന മിലിറ്ററി ഓർഗനൈസേഷനില് ആസ്ട്രിയ ഹംഗേറി 1961 റെപ്രസെന്റേറ്റീവ് എലിമെന്റ്സിൽ കൂടെ പാർലമെന്റിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യുകയും നോമിനേറ്റ് ആയിട്ടുള്ള ക്ലർജിനെയും ബിഗ് ലാൻഡ് ഓണിംഗ് ക്ലാസസിനെയും കൊണ്ടുവരുന്നു. ഇന്ന് അതിനുശേഷം റെപ്രസെന്റേറ്റീവ് പാർലമെന്റ് ആയ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത യങ് ടർക്സ് 1908 ഒട്ടോമൻ എംപയർ അത് വീഴാൻ തുടങ്ങി, ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഡെമോക്രാറ്റിക് പോളിസി ടർക്കിയിലും അതിന്റെ അതേമാതിരി തന്നെ സുൽത്താൻ മുഹമ്മദിന്റെ വീഴ്ചയും കൂടെ ഈ വാറ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റേണൽ ഐഡിയോളജീസ് ആണ് അതിന്റെ കാരണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൊളിറ്റിക്കൽ സ്പെക്ട്രം ഔട്ട്ബ്രേക്ക് ഓഫ് വാർ ആണ്. എങ്ങനെയാണ് വാർ വന്നത്? ഇതിന്റെ കാര്യം ഈ ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനും അതേമാതിരി ഫസ്റ്റ് ഇന്റർനാഷണൽ ഉണ്ടാക്കിയെടുത്തു 1876. റിസൾട്ട് അത് ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് കൂടിയും ഇതിന്റെ ഒരു ഉത്ഭവം കൊണ്ടുവരുന്നു. ഇതിൽ കൂടെ നമ്മൾ കാണാൻ പറ്റുന്നത് 1875 യൂണിവേഴ്സൽ ജർമ്മൻ വർക്കിംഗ് അസോസിയേഷനും അതേമാതിരി മാർക്സിയൻ ഗ്രൂപ്പും കൂടെ ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കുന്നു. പിന്നെ ബിസ്മാർക്കിൻ ഇറയിൽ കൂടെ അവര് വോട്ട് 78-90 പിടിക്കാനും സോഷ്യലിസ്റ്റ് പാർട്ടി ഫ്രാൻസിൽ വരുന്നു. ഫൗണ്ടറാണ് ജൂലിയസ് ഗെസ്കേഡ്. അതിനുശേഷം 5 സോഷ്യലിസ്റ്റ് പാർട്ടീസ് ഫ്രാൻസിൽ വരുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയ പാർട്ടീസ് ആയിട്ടും വരുന്നുണ്ട്. അതേമാതിരി തന്നെ ബ്രിട്ടനിൽ നോക്കുകയാണെങ്കിൽ ഫാബിയൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്തു, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോഷ്യലിസം. അതേമാതിരി 1893 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഫോം ചെയ്തു, സോഷ്യലിസ്റ്റിനെ പറ്റിയും. അതേമാതിരി തന്നെ ബെൽജിയം, ഇറ്റലി ഓർഗനൈസ് ചെയ്ത് ഇറ്റലി, ജർമ്മനി, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എല്ലാം കൂടെ വന്നു. സെക്കൻഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് കോൾഡ് വാർ ആണ്. ഈ കോൾഡ് വാർ വന്നു കഴിഞ്ഞാൽ 2ാമത്തെ വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു കമ്മ്യൂണൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, ആന്റി കമ്മ്യൂണൽ ബ്ലോക്കും. ആ ബ്ലോക്കിൽ വഴി 1945 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ചർച്ചില്, റൂസ്വെൽറ്റ്, സ്റ്റാലിൻ ഇവരെല്ലാം ഒരു മീറ്റിംഗ് വെക്കുകയും അവരൊരു ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് ഈ കോൾഡ് വാറിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ കോൾഡ് വാറിന്റെ ഉദ്ദേശം അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒബ്ജക്റ്റീവാണ്. അപ്പോ ഇതില് അമേരിക്കയ്ക്കും ബ്രിട്ടനും അമേരിക്കയ്ക്കും കമ്മ്യൂണിസം ഇഷ്ടമല്ല. ആ കമ്മ്യൂണിസം റഷ്യയിലുണ്ട്. ഇതിനാണ് അവരവിടെ കോൾഡ് വാർ കൊണ്ടുവന്നത്. റഷ്യന്റെ റെഡ് ആർമി അത് എവിടെ ഉണ്ടായിരുന്നത്? പോളണ്ട്, ഹംഗേറി, ചെക്കോസ്ലോവേക്കിയ, റൊമേനിയ, ബൾഗേറിയ. അപ്പൊ ഇവിടുത്തെ ഈ ജർമ്മനിലും സെൽഷ്യ ബൈ സ്റ്റാലിൻ, അതേമാതിരി റഷ്യൻ ഈ ബ്രിട്ടൻ ഇന്റർവീൻ ചെയ്യും, ഗ്രീസില് ടോപ്പിൾ ചെയ്യും, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ടോപ്പിൾ ചെയ്യും. പിന്നെ ജർമ്മനിനെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ബെർലിൻ ക്യാപിറ്റൽ സിറ്റി റഷ്യ, അത് സിമിലർലി പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ 48
വെസ്റ്റേൺ സോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ കറൻസി കൊണ്ടുവരാണ്. ഈ കറൻസി കൺസൾട്ട് ചെയ്യാണ്, ഈസ്റ്റേൺ ആയിട്ട് കൺസൾട്ട് ചെയ്യാനാണ് കറൻസി കൊണ്ടുവരുന്നത്. റെയിൽ ആൻഡ് റോഡ് ട്രാഫിക് ബ്ലോക്കേഡ് ചെയ്യുന്നു സോവിയറ്റ് യൂണിയൻ 8 മാസത്തെ. അതിനുശേഷം ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻസ് എയർലിഫ്റ്റ് ചെയ്ത് സപ്ലൈസ് ഒക്കെ ബെർലിനിലേക്ക് എത്തിക്കുന്നു. ഇനി ഒരു സൈഡ് ബ്രിട്ടൻ, ഒരു സൈഡില് സോവിയറ്റ് യൂണിയനും അടുത്ത സൈഡില് USA, ബ്രിട്ടൻ, ഫ്രാൻസ് ഓൺ ദ അതർ സൈഡ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ റെഫ്യൂഷൽ കൂടുകയും ഈസ്റ്റേൺ യൂറോപ്യൻ സൊസൈറ്റി അല്ലെങ്കിൽ കൺട്രീസ് കൂടെ വന്ന് മാർഷൽ പ്ലാൻ റെഫ്യൂജ് ചെയ്ത് ഇവരുടെ ആർമി അമേരിക്കൻ എയ്ഡിനെ മാർഷൽ പ്ലാൻ കൊണ്ടുവരികയും റീകൺസ്ട്രക്ഷൻ വേണ്ടി കൊണ്ടുവരാനും അവര് അറ്റോമിക് ബോംബ് കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെ ഈ വാറ്, അതായത് കോൾഡ് വാറ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയോളജിക്കൽ വാറിൽ കൂടെ 2 പവർഫുൾ ബ്ലോക്ക് ആയിട്ട് മാറുകയാണ്. ഒന്ന് ന്യൂക്ലിയർ ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് മിലിറ്ററി ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോൾഡ് വാറിന്റെ അവസാനത്തിൽ നമ്മൾക്ക് മിലിറ്ററി ഡിസ്കഷൻ വരുന്നു. ഡിസ്ട്രക്ഷൻ, അതായത് തന്നെ ഡിസ്ട്രക്ഷൻ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ യൂണിറ്റ് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടുള്ള ആ വാറും അതിൻ്റെതായിട്ടുള്ള പരിണാമങ്ങളും മനസ്സിലാക്കി തീർക്കുക. നന്ദി, നമസ്കാരം.